ഏതായാലും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പിക്ടണിൽ നിന്നും വെല്ലിംഗ്ടണിലേക്കുള്ള ഫെറിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫെറി ഉപയോഗിച്ച് ഞങ്ങൾ ഒരു വണ്ടി ന്യൂസിലൻഡിൻ്റെ സൗത്ത് ഐലൻഡിൽ നിന്ന് നോർത്ത് ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. 2 ഐലൻഡാണ് ന്യൂസിലൻഡ് മെയിനായിട്ടും. അപ്പോൾ അവിടുത്തെ ഒരു ഐലൻഡിൽ നിന്നും മറ്റേ ഐലൻഡിലേക്ക് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ, ഫെറി വഴി കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 2 ഫെറിയാണ്, ഫെറി കമ്പനികളാണുള്ളത്. ഇൻ്റർ ഐലൻഡറും ബ്ലൂ ബ്രിഡ്ജും. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻ്റർ ഐലൻഡറിൻ്റെ ഫെറിയാണ്. രാവിലെ ഒരു 7:30ക്കാണ് ഫെറി. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. കാരണം എങ്ങാനും ലൈറ്റായി കഴിഞ്ഞാൽ ഫെറി എങ്ങാനും മിസ്സായാൽ, പ്രത്യേകിച്ചും ഹോളിഡേ ടൈം ആയതുകൊണ്ട് ഇത് ഫെറി എല്ലാം ബുക്ക്ഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് പിന്നെ ഒരു സ്ലോട്ട് കിട്ടുക. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു വണ്ടിയൊക്കെ കൊണ്ടുപോകണമെങ്കിലുള്ള സ്ലോട്ട് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കാരണവശാലും നമ്മൾ ഈ ഫെറി മിസ്സാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം തന്നെ ഇവിടെ വന്നൊരു ക്യാമ്പ് സൈറ്റിൽ വന്ന് സ്റ്റേ ചെയ്ത് രാവിലെ കൃത്യം ഒരു 6:15 ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു. അവിടെ എത്തി അവർ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്യാസ് സിലിണ്ടറൊക്കെ അടയ്ക്കണം, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ബുക്കിംഗ് കാണിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അവർ ഒരു ടോക്കൺ തന്നു. അപ്പോൾ ആ ടോക്കണായിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ വഴിക്ക് അങ്ങ് കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പം മറ്റു വണ്ടികളുടെ തന്നെ പുറകെ ഞങ്ങൾ പതുക്കെ ഫോളോ ചെയ്ത് ഞങ്ങൾ കപ്പലിലേക്ക് വണ്ടി കൊണ്ടുപോയി കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് അപ്പുറം കാണാൻ പറ്റും. ഏകദേശം കപ്പലായിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കപ്പലാവുന്നതും കറക്റ്റ് നമുക്ക് അങ്ങനെ കടലൊന്നും അങ്ങനെ എടുത്ത് കാണാൻ പറ്റത്തില്ല. കപ്പലിലേക്ക് കയറുന്നതും അല്ലാതെ റോട്ടിലേക്ക് പോകുന്നതും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും. പിന്നെ ഇവിടെ ഈ ഹൈറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ കപ്പലിലേക്ക് കയറുന്നതിനുള്ള ആ ഡെക്കിനൊരു ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് വലിയ ട്രക്ക് വരെ കയറി പോകുന്നതാണ്. നമ്മുടെ ഈ വണ്ടിക്ക് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല, ഉറപ്പായിട്ടും കയറി പോകും. നമ്മൾ നമ്മുടെ ടോക്കണായിട്ട് വന്നു. നമ്മുടെ വണ്ടിക്കകത്തുള്ള ഈ ക്യാമ്പർ വാനും മോട്ടോർ ഹോമിനൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം അതിനകത്ത് നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇഷ്ടംപോലെ ഗൈഡൻസ് ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഓരോരുത്തരും ഈ ഓരോ വഴിയിലൂടെ കയറി പോയാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ വണ്ടി വരുന്നതനുസരിച്ച് അത് നൈസായിട്ട് അടുക്കിയാണ് കയറ്റുന്നത്. എന്നാലാണ് എല്ലാ വണ്ടിക്കും കയറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ഫെറി പോലെയൊക്കെ തന്നെ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓരോരുത്തരും നമ്മളെ ഓരോ വണ്ടീനെയും ഗൈഡ് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരൻ വന്ന് നമ്മുടെ ആ ഗ്യാസ് സിലിണ്ടറൊക്കെ അടച്ചോന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ്. ഇഷ്ടംപോലെ മോട്ടോർ ഹോമും ക്യാമ്പർ വാനും പ്രത്യേകിച്ചും ഈ സമയങ്ങളിൽ ഇതിലൂടെയുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെയുള്ള ഒരു വാനും ഒരു ക്യാമ്പർ വാനാണത്. അതിൻ്റെ ഫ്രണ്ടിലൊരു മോട്ടോർ ഹോമാണ്. വലിയ ട്രക്ക് വരെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വണ്ടീനെ അവർ നൈസായിട്ട് കറക്റ്റായിട്ട് പാർക്ക് ചെയ്തിട്ട് അടുത്തയാളോട് കയറി വരാൻ പറയുകയാണ്. ഞങ്ങളിത് ആദ്യമായിട്ട് ഇതിലൂടെ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഏതായാലും നമ്മളിങ്ങനെ ഒരു പാർക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കുവാണോ അതെയോ നമ്മൾ പോവാണോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ നമുക്ക് ഇഷ്ടംപോലെ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. കുറേ സ്റ്റാഫുകൾ തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ അവർ നമ്മളടുത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ഇപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ മുകളിലാണ് നമ്മുടെ പാസഞ്ചേഴ്സൊക്കെ ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കുറേ സ്റ്റെപ്പ് കയറി പോവാം. അല്ലെങ്കിൽ നമ്മൾ ഈ വൈറ്റ് കളറിൽ കാണുന്നത് ഒരു ലിഫ്റ്റാണ്. ചിലർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാം. എന്നാലും ഒരു 95% ആൾക്കാരും ഇവിടെ സ്റ്റെപ്സാണ് ഉപയോഗിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. നല്ലൊരു വ്യായാമം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒട്ടും നടക്കാൻ പറ്റില്ലാത്ത ആൾക്കാരാണ് ഇവിടെ കൂടുതലും ലിഫ്റ്റ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എല്ലാവരും ഒരു വ്യായാമം ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് ഈ സ്റ്റെപ്സിനെയൊക്കെ കാണുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവരും തന്നെ സ്റ്റെപ്സിലാണ് കയറി. അപ്പോൾ ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് പോയി. ഞങ്ങളെല്ലാവരും പോകുന്നതനുസരിച്ച് നമ്മളും പോയി. ഇപ്പോൾ ഡെക്ക് 5 ആയത് അവിടെ കാണാൻ പറ്റും.
കുറച്ച് നിലകളുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു കപ്പലാണിത്. ഇൻ്റർ ഐലൻഡറിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു കപ്പലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, ഈ കപ്പലിൻ്റെ പേര്. കുറേ ഡെക്കുകളുണ്ട്. ഏതായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കപ്പലിനുള്ളിലുള്ള വ്യൂസ് എന്താണെന്ന് നോക്കാം. നല്ല രീതിയിൽ സൈനേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണ്, ആൾക്കാരുള്ളത് എവിടെയാണ്. ഏകദേശം നമ്മളൊരു ലോവർ ഡെക്ക് 7-ലെത്തി. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും വ്യൂവിങ് ഏരിയ, ടോയ്ലറ്റ്സ് അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് ഒരു മെയിൻ ഫ്രണ്ടിലുള്ള ഒരു ഡെക്ക്. അവിടെ തന്നെ ഒരു ചെറിയൊരു കഫേ ഉണ്ട്. ഏകദേശം രാവിലെ ഒരു 7 മണിയായി കാണും. അതുകൊണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവത്തില്ല. കാരണം എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു 6:30 അല്ലെങ്കിൽ ഒരു 6 മണി തൊട്ട് അവിടെ ക്യൂ നിൽക്കുമായിരുന്നു. വണ്ടി കപ്പലിലേക്ക് കയറാനായിട്ടുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 6:30 ചെക്ക് ഇൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ആർക്കും കപ്പൽ മിസ്സാവരുതെന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തവരായിരിക്കും എല്ലാവരും. ഇത് വേറൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് സമ്മർ ടൈമിലാണ് ഞങ്ങൾ ഫെറി ക്രോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 7 മണി ആയപ്പോൾ തന്നെ നല്ല വെളിച്ചമുണ്ട്. പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ സൂര്യനൊക്കെ ഉദിച്ച് നല്ല രീതിയിലൊരു ഡേ ടൈം ആയിട്ടുണ്ട് ഇവിടെ. കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ളൊരു വ്യൂ ആണ്. ക്രിസ്മസ് സമയമായതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂസിലൻഡിലുള്ള എല്ലാ പബ്ലിക് സ്ഥലങ്ങളിലും ക്രിസ്മസിൻ്റെ ആ സമയം ഭയങ്കര ഒരു ആഘോഷമാണ്. എല്ലായിടത്തും കുറേ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് അപ്പൂപ്പനും അങ്ങനെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളേതായാലും വീഡിയോ പിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കപ്പലിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു സ്ഥലത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. കപ്പലിപ്പോഴും ആൾക്കാരെയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് പതുക്കെ നമ്മൾ 7:30 നമ്മുടെ അവിടെ നിന്ന് ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 7:15 ആ ഒരു സമയമായിട്ടേ ഉണ്ടാകത്തുള്ളൂ. കപ്പലിപ്പോൾ പതുക്കെ മൂവ് ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങ് ദൂരെ ഒരു വൈറ്റ് കളറിൽ കാണാൻ പറ്റും. അതൊരു ക്രൂയിസ് ഷിപ്പാണ്. ക്രൂയിസ് ഷിപ്പും മിക്കവാറും നല്ലൊരു വ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ക്രൂയിസ് ഷിപ്സിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് ഇവിടെ ഉള്ളത്. കൊച്ചും പതുക്കെ കപ്പലിൻ്റെ അകത്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചേക്കുവാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കപ്പലിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. റൈറ്റ് സൈഡിൽ കാണുന്നത് ടോയ്ലറ്റ്സും അങ്ങനെ കുറേ വേറെയുള്ള ഫെസിലിറ്റീസൊക്കെയാണ്. പിന്നെ പുറത്തേക്ക് നമ്മൾ ചുമ്മാ പിള്ളേരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് കണ്ടോ, തുറന്നിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പുറത്തേക്കുള്ള വഴികളൊക്കെ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. അവരുടെ മേത്തിൽ നിന്നും കണ്ണ് മാറരുത്. ഞാൻ ഈ ക്യാമറ പിടിക്കുന്നുണ്ടെങ്കിലും എൻ്റെ നോട്ടം മിക്കവാറും കൊച്ചിൻ്റെ മേത്താണ്. ക്യാമറ വെറുതെ കൈ പിടിക്കുന്നുള്ളൂ. ഇത് ഏകദേശം നമ്മുടെ അവിടെ ഒരു കപ്പലിൻ്റെ ബാക്ക് സൈഡിലുള്ള നമ്മളിവിടെ ആദ്യം വന്നായിരുന്നു. ഇതൊരു ഫുഡ് കോർട്ടാണ്. ആൾക്കാർ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ എംപ്റ്റി സീറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഞാൻ രാവിലത്തേക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു. വലിയ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഫാമിലിയും പതുക്കെ ഫുഡൊക്കെ കഴിക്കുന്നു. ചിലർ പത്രം വായിക്കുന്നു, ചിലർ കോഫി കുടിക്കുന്നു, ചിലർ ഫോണിൽ നോക്കുന്നു, ചിലർ അങ്ങനെ വേറെ ചില പരിപാടികളിലൊക്കെ ഏർപ്പെടുന്നു. അങ്ങനെ എല്ലാവരും ബിസിയാണ്. സമയം 7:15 ആ ക്ലോക്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളേതായാലും ഞാൻ അങ്ങ് ദൂരെ ആ കപ്പലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനുള്ള പരിപാടിയാണ്. കാരണം അവിടെ നിന്നാൽ നമുക്ക് നല്ലൊരു വ്യൂസ് കിട്ടും. ഇത് കപ്പലിനകത്ത് തന്നെയുള്ള ചെറിയൊരു ഷോപ്പാണ്.
നമുക്കറിയാൻ പാടില്ല ഇവരുടെ നമ്മളിങ്ങനെ ഈ ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് കാണിച്ചിട്ട് പോകും. പിന്നെ പതുക്കെ ഇതൊക്കെ കഴിയുമ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് ലിഫ്റ്റ് നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ തന്നെ ലിഫ്റ്റ് കയറി വരുന്ന സ്ഥലമാണ്. നല്ല രീതിയിൽ പ്ലാസ്റ്റിക്കൊക്കെ റീസൈക്കിൾ ചെയ്യാനുള്ളതും വേസ്റ്റിനുള്ള റബ്ബിഷ് ബിന്നും എല്ലാം ഉണ്ട്. ഏകദേശം കപ്പൽ പുറപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര വലിയൊരു ഹെവി കപ്പലായതുകൊണ്ട് സാധാരണ ബോട്ടിൽ മാത്രം താമസിച്ചെടുക്കും. കപ്പൽ മൂവ് ചെയ്യുന്നത് കാര്യം നമ്മൾ അങ്ങനെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്യത്തില്ല. പിന്നെ അത്യാവശ്യം നല്ല കാം വാട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കപ്പലിൻ്റെ സൗണ്ടാണെങ്കിലും വളരെ കുറച്ചേ കേൾക്കാവുന്നുള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ രണ്ടുപേർക്കും ഓരോ എഗ്സ് ബെനഡിക്റ്റ് ആണിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ഫുഡാണ് കേട്ടോ എഗ്സ് ബെനഡിക്റ്റ്. അതിൻ്റെ താഴെ ഒരു ബ്രെഡിന് പകരം ഒരു പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. കപ്പൽ ഏകദേശം പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പിക്ടണിൽ നിന്ന് പതുക്കെ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ കാണുന്നതാണ് നമ്മുടെ ഒരു ക്രൂസ് ഷിപ്പ്. ക്രൂസ് ഷിപ്പുകൾ ഇവിടെ വരുന്നത് പ്രത്യേകിച്ചും പിക്ടൺ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വളരെ പോപ്പുലേഷൻ വളരെ തന്നെ കുറവായിരിക്കും. ഇപ്പോൾ ഒരു ക്രൂസ് ഷിപ്പിൽ വരുന്ന ആൾക്കാരുടെ അത്രയും തന്നെ ആയിരിക്കും പോപ്പുലേഷൻ ഉള്ളൂ ആ പിക്ടണിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഒരു ക്രൂസ് ഷിപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ എക്കണോമീനെയൊക്കെ വളരെയധികം സഹായിക്കും. നമ്മളേതായാലും നല്ല ബ്രേക്ക്ഫാസ്റ്റും നല്ല വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരിക്കുന്നു. നല്ല വെതറാണ് ഇന്ന് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും കടലിലൊരു ഓളങ്ങളൊന്നുമില്ല. പിന്നെ കപ്പലാണെങ്കിലും അത്യാവശ്യം സ്ലോ ആയിട്ടാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മെയിനായിട്ടും കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഇവിടെ നല്ല വളവും തിരിവുകളും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അടുത്ത് കുറച്ച് ഞണ്ട് കൃഷികളും കാര്യങ്ങളും ഒക്കെയുണ്ട്. പിന്നെ ഈ കപ്പലുകൾ ഇങ്ങനെ ഈ ഹെവി ആയിട്ടുള്ള കപ്പലുകൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇതിലൂടെ പോകുമ്പോൾ ഈ കപ്പലിൽ നിന്നുള്ള ഈ ഓളങ്ങൾ വന്നിട്ട് ഇവരുടെ ഈ ഞണ്ട് കൃഷിയെയൊക്കെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ എന്ന് ചിലർ പരാതി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പലുകളിവിടെ കഴിയുന്നത്രയും വേഗത കുറച്ചാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. പിന്നെ ഇവരുടെ ലോക്കലായിട്ടുള്ള ചെറിയ ചെറിയ ബീച്ചുകളൊക്കെ ഈ കപ്പലിൽ നിന്നുള്ള വരുന്ന ഈ ഓളങ്ങൾ കാരണം ഇവരുടെ ബീച്ചിലുള്ള മണലെല്ലാം ഒലിച്ചു പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ചിലരും ഇങ്ങനെ കുറേ കംപ്ലൈൻ്റൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ വേഗത കുറച്ച് പോയി കഴിഞ്ഞാൽ ഈ ഓളങ്ങൾ കുറയ്ക്കാം എന്നൊരു ആശയമുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് കുറച്ചാണ് കപ്പൽ ഇതിലൂടെ പോകുന്നത്. ഇത് ഈ കാണുന്നത് മാൾബ്രോ സൗണ്ട്സ് ആണ്. ഇവിടെ പണ്ട് ക്യാപ്റ്റൻ ജെയിംസ് കുക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്, അതായത് ഏകദേശം ഒരു 1800-കളിലും ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരികളും നാവിഗേറ്റേഴ്സൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഭാഗത്തൊക്കെ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഒരു ഗ്രാസ് കണ്ടുപിടിച്ചു. നല്ല വൈറ്റമിൻ സി അധികമുള്ള ഒരു ഗ്രാസ് അദ്ദേഹത്തിന് ഇവിടെ കിട്ടി. ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് സ്കർവി ഗ്രാസ് എന്ന് പറയുന്നത്. സ്കർവി ഗ്രാസ്, അപ്പോൾ സ്കർവി എന്ന് പറഞ്ഞ ഒരു രോഗമാണ്. അന്ന് പണ്ടത്തെ നാവികർക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു രോഗമാണ് ഈ സ്കർവി എന്ന് പറയുന്നത്. ഇപ്പോൾ കുറവാണ്, കാരണം നമ്മുടെ ഈ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്കാണ് ഈ രോഗം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ ഈ നാവികരൊക്കെ കടലിലൂടെ കുറേ നാൾ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഈ ഫ്രഷ് ഫുഡ് കിട്ടാൻ വളരെ കുറവായിരിക്കും. ഫ്രഷായിട്ടുള്ള പച്ചക്കറികളും പിന്നെ വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കിട്ടാൻ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഈ സ്കർവി രോഗം ഭയങ്കര കോമൺ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ചെടി കണ്ട്, അപ്പോൾ അതിന് നല്ലൊരു വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ചെടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗം
ഉണ്ടാകുന്നത് കുറയ്ക്കാമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എപ്പോഴും വരും, എന്നിട്ട് ഈ ചെടി പറിച്ചുകൊണ്ട് പോയി കഴിക്കും.